തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ സിപിഐ നീക്കം തുടങ്ങി. ചാത്തന്നൂർ സീറ്റിൽ ബിജെപി വിജയിച്ചത് ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പുകൾ മൂലമെന്നും പാർട്ടിക്കുള്ളിൽ ആരോപണം. സിപിഐയുടെ കുത്തക സീറ്റുകളായ ചിറയിൻകീഴ്, ചാത്തന്നൂർ, ചടയമംഗലം, വൈക്കം, പീരുമേട്, നാദാപുരം എന്നിവിടങ്ങളിലുണ്ടായ പരാജയം കമ്മീഷനെ വെച്ച് അന്വേഷിക്കാനാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. മുതിർന്ന നേതാക്കളാണ് സംസ്ഥാന സമിതി യോഗത്തിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിട്ടില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ പരാതി. പീരുമേട് ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ തോൽവിയുടെ സൂചന പോലും പാർട്ടി ഘടകങ്ങളിൽ നിന്നും ഉണ്ടായില്ല എന്നും ആരോപണമുണ്ട്. ചാത്തന്നൂരിൽ ബിജെപി സ്ഥാനാർത്ഥി വിജയിച്ചതാണ് പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി കണക്കാക്കുന്നത്. താഴെത്തട്ടിൽ പ്രവർത്തനം മന്ദഗതിയിലായതാണ് ചാത്തന്നൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് വഴിവെച്ചതെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. 3 തവണ വ്യവസ്ഥയെ ചൊല്ലി പാർട്ടിയിൽ വിയോജിപ്പും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. 3 തവണ മത്സരിച്ച നേതാക്കൾ മാറി നിൽക്കണമെന്ന തീരുമാനം അട്ടിമറിച്ച് വീണ്ടും മത്സരിക്കാൻ ശ്രമിച്ച നേതാക്കളാണ് തോൽവിക്ക് കാരണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ 3 ടേം വ്യവസ്ഥ ഒഴിവാക്കി ചില നേതാക്കന്മാരെ മത്സരിപ്പിക്കാൻ നീക്കം നടന്നത് പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയ്ക്ക് വഴിവെച്ചു. വൈക്കം, നാദാപുരം എന്നിവിടങ്ങളിൽ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നിട്ട് പോലും അവിടെ ബിജെപിക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചതും പിടിപ്പുകളാണെന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. പാർട്ടിയിൽ നേതൃത്വമാറ്റം ഇപ്പോൾ ആവശ്യമില്ലെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുമ്പോഴും ചില സംസ്ഥാന നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് നേതൃയോഗങ്ങൾ ഉയർന്നത്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവിയിൽ ഉറച്ചു നിൽക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ മറ്റൊരു പ്രധാന ആവശ്യം. സംസ്ഥാന നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിലും ചില ജില്ലാ നേതൃത്വങ്ങളിൽ മാറ്റം ആവശ്യമാണെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. പാർട്ടി അണികളെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ ഉടൻ ആരംഭിക്കാനാണ് സിപിഐയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.